അദ്ദേഹത്തിന്റെ ചോദ്യത്തിൽ നബിദിനം, എന്റെ നബിദിനം ആഘോഷിക്കൂ അല്ലെങ്കിൽ മുഹമ്മദ് നബിയുടെ നബിദിനം ആഘോഷിക്കൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആയത്ത്, അങ്ങനെയുള്ള ഒരു ഖുർആനിലെ ഒരു വചനം കൊണ്ടുവരാൻ കഴിയുന്നില്ല, അങ്ങനെ ഇല്ല അല്ലേ എന്നാണ് ഇപ്പൊ അദ്ദേഹം അവസാനമായി ചോദിച്ച് സംതൃപ്തി അടയാൻ ശ്രമിക്കുന്നത്. സത്യത്തിൽ നേരത്തെ സുഹൃത്ത് പറഞ്ഞതുപോലെ അത് ഇസ്ലാമിന്റെ മൂല സിദ്ധാന്തങ്ങളെ കുറിച്ചുള്ള അടിസ്ഥാനപരമായ ഉസൂലുകളെ കുറിച്ചുള്ള അജ്ഞത കൊണ്ടാണ്. ഞാൻ ഈ ചോദ്യകർത്താവിനോടല്ല പറയുന്നത്, ഇത് സാധാരണ വലിയ മുജാഹിദുകൾ വരെ ചോദിക്കാറുള്ള കാര്യമാണ്. മൗലൂദ് അവിടെ നിൽക്കട്ടെ, അല്ലെങ്കിൽ ജന്മദിനം അവിടെ നിൽക്കട്ടെ, നമുക്കെല്ലാവർക്കും തർക്കമില്ലാത്ത ഒരു കാര്യമാണ് ഒരു ദിവസം നിർവഹിക്കുന്ന 5 വക്ത് നിസ്കാരം. അത് സുന്നിക്ക് തർക്കമില്ല, മുജാഹിദിനും തർക്കമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ജമാഅത്തെ ഇസ്ലാമിയും അങ്ങനെ തന്നെ ആയിരിക്കണം. 5 വക്ത് നിസ്കാരം നിർബന്ധമാണ് എന്ന കാര്യത്തിൽ നമ്മൾ ആരും തർക്കിക്കാറില്ല, എല്ലാവരും അത് അംഗീകരിക്കുന്നു. ഞാൻ ചോദിച്ചോട്ടെ, പരിശുദ്ധ ഖുർആനിൽ 6000-ൽ ചില്ലാനും വരുന്ന ആയത്തുകളിൽ ഏതെങ്കിലും ഒരു ആയത്തിൽ ഇതാ സുബ്ഹ്, ളുഹ്ർ, അസർ, മഗ്രിബ്, ഇശാ എന്ന് പറയുന്ന ഈ 5 വക്ത് നിസ്കാരം നിങ്ങൾ നിർവഹിക്കണേ എന്ന് പറയുന്ന ഒരൊറ്റ ആയത്ത് അള്ളാന്റെ ഖുർആനിൽ കാണിച്ചു തരാൻ കഴിയൂ? സുന്നികളാ ഞങ്ങൾക്ക് കഴിയില്ല, ഉറപ്പാണ്. കാരണം ഖുർആനിൽ ഇല്ല. മുജാഹിദുകൾക്കും കാണിക്കാൻ കഴിയില്ല, ജമാഅത്തെ ഇസ്ലാമിക്കും കാണിക്കാൻ കഴിയില്ല. ഏത് ഈ സുബ്ഹ്, ളുഹ്ർ, അസർ, മഗ്രിബ്, ഇശാ എന്ന് പറയുന്ന ഈ 5 വക്ത് നിസ്കാരം, ഈ 5 വക്ത് നിസ്കാരത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടുള്ള ഒരു ആയത്ത് അള്ളാന്റെ ഖുർആനിൽ ഇല്ല. അപ്പൊ ഒരാൾ ചോദിക്കുക ഇയാളെ പോലെ, അല്ല അപ്പൊ ഈ 5 വക്ത് നിസ്കാരം, ഈ പേരിൽ 5 വക്ത് നിസ്കാരം നിർവഹിക്കണം എന്ന് പറഞ്ഞ ഒരു ആയത്ത് അള്ളാന്റെ ഖുർആനിൽ ഇല്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിസ്കരിക്കൂല, അങ്ങനെ നിസ്കരിക്കണം എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ നിസ്കരിക്കൂല എന്ന് പറഞ്ഞാൽ ഇത് നിസ്കരിക്കേണ്ട, എന്നിട്ട് നരകത്തേക്ക് പൊയ്ക്കോ എന്ന് പറയല്ലാതെ വേറെ ഒരു പരിഹാരവും അതിനില്ല. കാരണം ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഉറപ്പല്ലേ? ഇതിന്റെ അർത്ഥം 5 വക്ത് നിസ്കാരം നിസ്കരിക്കണം എന്നതിന് ഖുർആനിൽ തെളിവില്ല എന്നാരും തെറ്റിദ്ധരിക്കണ്ട, അത് ഖുർആനിൽ തെളിവുണ്ട്. പക്ഷെ ഈ 5 വക്ത് നിസ്കാരത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടുള്ള ഒരു ആയത്ത്, അതായത് ചോദ്യകർത്താവ് ഉന്നയിച്ചതുപോലെ അങ്ങനെയുള്ളതായിട്ടുള്ള അങ്ങനെ മൂപ്പർ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള ഒരായത്ത് അത് ഖുർആനിൽ ഉണ്ടാവൂല. അത് കിട്ടണമെങ്കിൽ മുജാഹിദ് ആഫീസിൽ നിന്ന് കൊണ്ടുവരേണ്ടി വരും, അല്ലാതെ ഖുർആനിലുള്ള ആയത്തുകളെ നമുക്ക് പറയാവൂ. അത് ഈ വിഷയം എന്നല്ല, ഏത് വിഷയവും അങ്ങനെയാണ്. അത് ഇസ്ലാമിന്റെ അടിസ്ഥാനത്തെ കുറിച്ച് വിവരമില്ലാത്തത് കൊണ്ടാണ് ഒന്ന്. മറ്റൊന്ന്, നൗഷാദ് ഹസരി ഇവിടെ തെളിവ് ഖുർആനിൽ നിന്ന് ഉദ്ധരിച്ചു. എന്താ? ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫറഹൂ. അല്ലാഹുവിന്റെ റഹ്മത്താകുന്ന ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ഫല്യഫറഹൂ, ജനങ്ങള് സന്തോഷം പ്രകടിപ്പിക്കട്ടെ. അള്ളാന്റെ ഖുർആനിന്റെ ആജ്ഞയാണ്, ആ നിർദ്ദേശമാണ്. ഈ ആയത്തിൽ പറഞ്ഞ റഹ്മത്ത് കൊണ്ട് വിവക്ഷിക്കുന്നത് ആരാ? അള്ളാന്റെ റസൂല് തന്നെ പറഞ്ഞു. ഇമാം ഹാക്കിം തന്റെ അൽ മുസ്തദ്റക്കിൽ 100-ാമത്തെ ഹദീസായി രേഖപ്പെടുത്തി വെച്ചത് കാണാം. അവിടുന്ന് പറഞ്ഞു, ഇന്നമാ അന റഹ്മത്തുൻ മുഹ്ദാ, ഞാൻ നിശ്ചയം അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് സമ്മാനമായി ലഭിച്ചിട്ടുള്ള റഹ്മത്താകുന്നു ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഇബ്നു അബ്ബാസ് ആ കാര്യം വിശദീകരിച്ചു പറഞ്ഞു, ഈ റഹ്മത്ത് കൊണ്ട് വിവക്ഷിക്കുന്നത് റസൂലുള്ളാഹിയാണ്. അപ്പൊ ഖുർആൻ പഠിപ്പിച്ചതിന്റെ താല്പര്യം എന്താ? അള്ളാഹുവിന്റെ റഹ്മത്താകുന്ന മുഹമ്മദ് നബിയെ കൊണ്ട് നിങ്ങൾ ജനങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കണം. അള്ളാഹുവിന്റെ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുകയാണ്. റസൂലാകുന്ന റഹ്മത്ത് കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കണം എന്ന് മാത്രമാണ് ഖുർആൻ പറഞ്ഞത്. എങ്ങനെ, എപ്പോൾ, ഏത് രൂപത്തിൽ ഖുർആൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പൊതുതത്വം, ഇസ്ലാമിലെ പൊതുതത്വം അവിടെ കടന്നു വരുന്നു. എങ്ങനെയൊക്കെ ആവാം, അത് ഇസ്ലാം വിലക്കാത്ത ഏത് രൂപത്തിലുമാവാം. അതാണ് ഇതിന്റെ തീരുമാനം. ഖുർആൻ നിങ്ങൾ ഫല്യഫറഹു, ആ റസൂലിനെ കൊണ്ട് സന്തോഷം പ്രകടിപ്പിച്ചോളൂ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കുക എന്നതിന്റെ ഏറ്റവും മർമ്മപ്രധാനമാണ്. ആരംഭ റസൂൽ ഭൂമി ലോകത്തേക്ക് പിറന്നു ജനിച്ച് വീണ സമയത്ത് ആ അനുഗ്രഹത്തെ നമ്മൾ ആഘോഷിക്കുക എന്നത് ഹാഫിള് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ ഈ കാര്യം രേഖപ്പെടുത്തി വെക്കുന്നു. അതുകൊണ്ട് ആ സന്തോഷ പ്രകടനം എങ്ങനെയൊക്കെ ആവാം, അനുവദനീയമായ രൂപത്തിൽ എങ്ങനെയും ആവാം. അതാണ്
പല നാടുകളിലും പല രൂപത്തിലാണ് ഇത് കാണുന്നത്. നിങ്ങൾക്കറിയോ, നമ്മുടെ നാടുകളിൽ ചിലപ്പോൾ നമുക്ക് കാണാം, നമ്മുടെ നാടുകളിൽ നല്ല റാലി നടത്തിക്കൊണ്ടായിരിക്കാം, ഹുബ്ബുർ റസൂൽ കോൺഫറൻസ് വെച്ചുകൊണ്ടായിരിക്കാം, മൗലിദ് ഓതിക്കൊണ്ടായിരിക്കാം, ആടുകളെ അറുത്തുകൊണ്ടാവാം, ഭക്ഷണ വിതരണം ഏത് രൂപവുമാവാം. ഇസ്ലാം വിലക്കാത്ത രൂപമായാൽ മതി. ഇതിൽ അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ച ഈ സന്തോഷ പ്രകടനം അത് റബീഉൽ അവ്വൽ മാസത്തിൽ പറ്റുകയില്ല എന്ന് പറഞ്ഞ ഒരായത്ത് ഖുർആനിലില്ല. അല്ലെങ്കിൽ റാലി നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ ഒരായത്ത് ഹദീസ് ഖുർആനിലില്ല, ഹദീസിലില്ല, ഒന്നുമില്ല. അതൊക്കെ മുജാഹിദുകളെ പോക്കറ്റിൽ നിന്ന് എടുത്തതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഏത് രൂപത്തിലൊക്കെ ആഘോഷിക്കാം, ഇസ്ലാം അനുവദിക്കുന്ന ഏത് രൂപത്തിലുമാവാം. അതാണ് മുസ്ലിമീങ്ങൾ വ്യത്യസ്ത നാടുകളിൽ വ്യത്യസ്ത രൂപത്തിൽ ഈ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ കാണിച്ചു തന്നത് മാംസം അറുത്ത്, അല്ലെങ്കിൽ ആട്ടിനെ അറുത്ത്, ഒരു മൃഗത്തെ അറുത്ത് അതിന്റെ മാംസം വിതരണം ചെയ്തുകൊണ്ടു നടത്തിയത് നേരത്തെ ഇവിടെ പറഞ്ഞു. ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തി വെച്ചു. ഇനി നിങ്ങൾ നോക്ക്, മറ്റൊരു സംഭവം അബൂ ദർദാ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. മഹാനവറുകൾ പറയുന്നു, ഞാൻ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഞാൻ പോവുകയാണ്. എങ്ങോട്ടാ പോകുന്നത്? ആമിറുൽ അൻസ്വാരി എന്ന സ്വഹാബിയുടെ വീട്ടിലേക്ക്, മദീനയിലുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. ആമിറുൽ അൻസ്വാരി ചെയ്യുന്ന പ്രവർത്തനം എന്താണെന്ന് അറിയാമോ സഹോദരങ്ങളെ? അവിടെ തന്റെ ജനങ്ങളെയൊക്കെ വിളിച്ചു വരുത്തിക്കൊണ്ട് അതാ സംഘടിപ്പിച്ചിരിക്കുന്നു. തന്റെ കുടുംബങ്ങളെയും തന്റെ സുഹൃത്തുക്കളെയും തനിക്ക് വേണ്ടപ്പെട്ടവരെയും ഒക്കെ വിളിച്ചു വരുത്തി അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിലുണ്ടായ അത്ഭുതങ്ങൾ ഇങ്ങനെ വിവരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനെയാണ് ഈ മൗലിദ് എന്ന് പറയുന്നത്. നമ്മൾ ഈ മൗലിദ് ഓതുക, മങ്കൂസ് മൗലിദ്, ഷറഫല്ലന മൗലിദ് എന്നൊക്കെ പറയുന്നത് എന്താ? ആരംഭ റസൂലിന്റെ ജന്മത്തിലുണ്ടായ അത്ഭുതങ്ങൾ വിശദീകരിക്കുകയാണ്. നമ്മളെ മങ്കൂസ് മൗലിദിൽ അതല്ലേ, ഉരിദൽ ഹബീബു സയ്യിദുൽ മുതഅബ്ബിദു വന്നൂറു മിൻ വജനാതിഹി യതവഖദു. ആരംഭ റസൂലുള്ളാഹി ഭൂമി ലോകത്തേക്ക് ജനിച്ചു പിറന്നു വീഴുന്നു. റസൂലുള്ളാഹിന്റെ മുഖത്ത് നിന്ന് അതാ പ്രകാശ കിരണങ്ങൾ, അങ്ങേയറ്റത്തെ സൗന്ദര്യത്തിന്റെ പ്രകാശങ്ങൾ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു എന്നിത്യാദി പ്രയോഗങ്ങളാ മങ്കൂസ് മൗലിദിലുള്ളത്. റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബി ആമിറുൽ അൻസാരിയുടെ വീട്ടില് സ്വഹാബത്തിനൊക്കെ വിളിച്ചു വരുത്തി, കൂട്ടുകുടുംബാദികളെ വിളിച്ചു വരുത്തി അദ്ദേഹം റസൂലുള്ളാഹിന്റെ ആ മൗലിദ് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നു. റസൂലുള്ളാഹിന്റെ ജന്മത്തിനുണ്ടായ അത്ഭുതങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുകയുണ്ടായി. സഹോദരങ്ങളെ, ഞാനത് വിശദീകരിക്കുകയല്ല. ആ സദസ്സിലേക്ക് ഫൈദാ ജാഅൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സദസ്സിലേക്ക് കടന്നു വരുന്നു. റസൂലുള്ളാഹി തങ്ങൾ ഇതിങ്ങനെ കേൾക്കുകയാണ്. ഇതങ്ങനെ കേട്ടപ്പോ ഇത് വിശദീകരിച്ചു കൊടുത്തിരിക്കുന്ന ആമിറുൽ അൻസാരി എന്ന സ്വഹാബി പറയുന്നു, അവിടെ കൂടിയ ആളുകളോട് പറഞ്ഞു, ഹാദാ അൽ-യൗം, ഹാദാ അൽ-യൗം, ജനങ്ങളെ ആ ദിവസമാണ് ഇന്ന്, ഇന്നാണ് ആ ദിവസം. റസൂൽ ജനിച്ച റബീഉൽ അവ്വൽ 12 ഇന്നാണ് ഈ അത്ഭുതങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് കേട്ടോ എന്ന് പറഞ്ഞ് റസൂൽ ജനിച്ച ദിവസത്തിൽ തന്നെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തെ സന്തോഷം കൊണ്ട് ആഹ്ലാദം കൊണ്ട് ആഘോഷിക്കുന്നു. ഇതങ്ങ് കേൾക്കുമ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞതെന്താ? ഓന്റെ ആമിറെ, നീ ചെയ്യുന്നത് ശരിയല്ലോ. എന്റെ ജന്മദിനം ആഘോഷിക്കാൻ പാടില്ല, അത് അനാചാരമാണ്, നരകത്തിലേക്ക് പോണ പരിപാടിയാണ്. കേരളത്തിലെ അൽമനാർ ശബാബും ഒക്കെ എഴുതിയത് നീ വായിച്ചിട്ടില്ലേ എന്നല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് എന്താ? ആമിറുൽ അൻസാരി എന്ന സ്വഹാബി ഉൾപ്പെടെയുള്ളവരെ വിളിച്ചു പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് ഫതഹ ലക അബ്വാബർ റഹ്മാ ഖാല റസൂലുള്ളാഹി. ഓ ആമിറെ, അല്ലാഹു നിങ്ങൾക്ക് അവന്റെ റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ കവാടങ്ങൾ മലർക്കെ തുറന്നു തന്നിരിക്കുന്നു.
വൽ മലായികതു കുല്ലുഹും യസ്തഗ്ഫിറൂന ലക, മലക്കുകൾ മുഴുവനും നിങ്ങൾക്ക് വേണ്ടി പാപമോചന പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾക്ക് ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുന്നു, അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആമിറേ. ഇത് തെറ്റാണ് എന്നല്ല. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഫമൻ ഫഅല ഫഅലക നജാ നജാതക, ആമിറേ നിങ്ങൾ ഈ ചെയ്തതുപോലെ ആര് ചെയ്യുന്നുവോ അവരൊക്കെ തന്നെയും നിങ്ങൾ വിജയിക്കുന്നത് പോലെ വിജയിച്ചിരിക്കുന്നു. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആരംഭ റസൂല് തന്നെ നബിയുടെ ജന്മദിനത്തിൽ തന്നെ സന്തോഷം പ്രകടിപ്പിക്കുന്ന മറ്റൊരു രൂപം, അതിന് പച്ചക്കൊടി കാണിക്കുന്നു, അംഗീകാരം നൽകുന്നു, സ്വഹാബത്ത് അത് പ്രാവർത്തികമാക്കുന്നു. അപ്പൊ ഖുർആനിലുണ്ട്. ഖുർആൻ പഠിപ്പിച്ചതിന്റെ രൂപഭാവങ്ങൾ എങ്ങനെയാണ് അത് പണ്ഡിതന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ലേ നിങ്ങൾക്കറിയാമോ, ഹാഫിള് അഹ്മദുൽ ഖസ്തല്ലാനി തങ്ങൾ, ആമിർ അഹ്മദുൽ ഖസ്തല്ലാനി തങ്ങൾ തന്റെ വിശ്രുതമായ ഗ്രന്ഥം അൽ മവാഹിബുൽ ലദുന്നിയ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം. വലാ സാല അഹ്ലുൽ ഇസ്ലാമി യഹ്തഫിലൂന ബിശഹരി മൗലിദിഹി അലൈഹി സ്വലാത്തു വസ്സലാം. മുസ്ലിം ലോകത്തുള്ള ആളുകൾ അവരെല്ലാവരുമായിരുന്നു യഹ്തഫിലൂന ബിശഹരി മൗലിദിഹി അലൈഹി സ്വലാത്തു വസ്സലാം, അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മം നടന്ന ആ റബീഉൽ അവ്വൽ മാസത്തെ അവരൊക്കെ ആഘോഷിക്കാറുണ്ടായിരുന്നു. കണ്ടോ, വയഅമലൂനൽ വലായിമ, സദ്യകൾ തയ്യാർ ചെയ്യാറുമുണ്ടായിരുന്നു. ആഘോഷത്തിന്റെ വിവിധ മുഖങ്ങളാണിത്. വയതസദ്ദഖൂന ഫീ ലയാലിഹി, ആ രാത്രികളിൽ അവർ സ്വതക്ക ചെയ്യാറുമുണ്ടായിരുന്നു. ബി അൻവാഇ സ്വതഖാത്തി, വ്യത്യസ്തങ്ങളായ സ്വതക്കകൾ. വയുദ്ഹിറൂന സുറൂര, സന്തോഷം പ്രകടിപ്പിക്കാറുമുണ്ട്. വയസീദൂന ഫിൽ മബറാത്തി, നന്മകളിൽ അവർ വർദ്ധിപ്പിക്കാറുമുണ്ടായിരുന്നു. വയഅ്തനൂന ബിഖിറാഅത്തി മൗലിദിഹിൽ കരീം, ആരംഭ റസൂലിന്റെ മൗലിദ് പാരായണം ചെയ്യാൻ അവർ പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കാറുമുണ്ടായിരുന്നു. ഇത് മുസ്ലിം ലോകത്തിന്റെ നിലപാടാണ്. മുസ്ലിമീങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നവരായിരുന്നു. പറയുന്നതാരാ? സ്വഹീഹുൽ ബുഖാരിക്ക് വിശ്രുതമായ വ്യാഖ്യാന ഗ്രന്ഥം ഇർഷാദു സാരി എന്ന ഗ്രന്ഥം എഴുതിയ ഹാഫിള് അഹ്മദുൽ ഖസ്തല്ലാനി തന്റെ അൽ മവാഹിബുൽ ലദുന്നിയ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം. അതുകൊണ്ടല്ലേ മുസ്ലിം ലോകത്ത് മുഴുവനും നടക്കുന്നത് കൊണ്ടല്ലേ കേരളക്കരയിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപക പ്രാചീന നേതാക്കൾ കെ.എം. മൗലവിയും ഇ.കെ. മൗലവിയും അവരുടെ നേതൃത്വത്തിൽ പുറത്തിറങ്ങിയ പത്രങ്ങൾ ഞങ്ങളുടെ കൈവശമുണ്ട്. അൽ ഇർഷാദുണ്ട്, അൽ മുർഷിദുണ്ട്. അതിലൊക്കെ പറയുന്നത് എന്താ? എല്ലാം കൂടി ഞാൻ വായിക്കുന്നില്ല. എന്റെ കയ്യിലുള്ളത് അൽ മുർഷിദാണ്. കെ.എം. മൗലവിയുടെ നേതൃത്വത്തിൽ ഇ.കെ. മൗലവി എഴുതുന്ന ഈ അൽ മുർഷിദ് മാസിക പുസ്തകം 3 ലക്കം 7 937 മെയ് ലക്കത്തിൽ ഇറങ്ങിയ അൽ മുർഷിദാണ് എന്റെ കയ്യിൽ. ഇതിൽ കാണാം ആരംഭ റസൂലിന്റെ ജന്മദിനാഘോഷത്തെ കുറിച്ച് പറയുന്നു. കേട്ടോളൂ നിങ്ങൾ. ഉത്തമ ഗുരു ദൈവ സന്ദേശവാഹി ജനിച്ച മാസമാണ് റബീഉൽ അവ്വൽ. അതിനാൽ ആ മാസത്തെ മുസ്ലിം ലോകം ആകമാനം കൊണ്ടാടുന്നു. മുസ്ലിം ലോകം എല്ലാവരും ഇത് കൊണ്ടാടുന്നുണ്ട്. ലോകം മുഴുവനും കൊണ്ടാടേണ്ടതുമാണ്. ചെറിയ മുജാഹിദുകളെ പൂർവ്വ പ്രാചീന നേതാക്കൾ പഠിപ്പിക്കുക. എന്താ പ്രാചീന നേതാക്കൾ പഠിപ്പിക്കുകയാണ്? ലോകം മുഴുവനും കൊണ്ടാടേണ്ടതുമാണ്. ഈ കൊണ്ടാട്ടം പല നല്ല കാര്യങ്ങളും സാധിപ്പിക്കുന്നുണ്ട്. തിരുമേനിയോടുള്ള സ്നേഹത്തെ മനുഷ്യ ഹൃദയങ്ങളിൽ ഊന്നിപ്പിടിപ്പിക്കുന്നു. അപ്പൊ റസൂലുള്ളാഹിനോട് മഹബത്ത് ഉണ്ടാക്കാൻ പറ്റിയ പരിപാടിയാണ് മൗലിദാഘോഷം. അതുകൊണ്ട് എല്ലാവരും ഇത് നടത്തണം. മുജാഹിദിന്റെ പ്രാചീന നേതാക്കൾ എഴുതി വെക്കുന്നു. എന്നിട്ട് അവസാനം പറയാം മൂപ്പര്, മൗലിദിന്റെ മജ്ലിസ് ഈ കാര്യങ്ങൾ സാധിക്കുന്ന ഒരു സദസ്, ഒരു പുണ്യ സദസ് തന്നെയാണ്. മൗലിദിന്റെ മജ്ലിസ് റസൂലുള്ളാഹിനോടുള്ള മഹബത്തും മറ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്ന സദസ്സാണ്. അതൊരു പുണ്യ സദസ്സാണ്. അതിൽ സംബന്ധിക്കുവാൻ തൗഫീഖ് ലഭിക്കുന്നവർ ഭാഗ്യവാന്മാരുമാണ്. അന്താ തത്ലഉ ബൈനനാ ഫിൽ കബാകിബി കൽബുദൂർ ബൽ വാഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി الشافع الأبطاحي
വൽഹാബീബിൽ അറബി എന്ന് ചൊല്ലുന്ന മൗലിദിന്റെ മജ്ലിസ് ഒരു പുണ്യ സദസ്സാണ്. അതിൽ സംബന്ധിക്കുവാൻ തൗഫീഖ് ലഭിക്കുന്നവർ ഭാഗ്യവാന്മാരാകുന്നു. അപ്പൊ മൗലിദിന്റെ മജ്ലിസിൽ സംബന്ധിക്കാത്ത മുജാഹിദുകൾ മഹാനിർഭാഗ്യവാന്മാരാകുന്നു എന്ന് പറയുന്നത് ആരാ? കേരളത്തിലെ മുജാഹിദുകളെ പ്രാചീന നേതാക്കളാണ്. നിങ്ങൾ ഇത് ഓർക്കണം സഹോദരന്മാരെ. അപ്പോ ഖുർആനിലുണ്ട്, സുന്നത്തിലുണ്ട്, പൂർവിക മുസ്ലിമീങ്ങളെ നിലപാടിലുണ്ട്, പുറമെ പ്രാചീന നേതാക്കളായ വഹാബികളുടെ പ്രസിദ്ധീകരണങ്ങളിലും ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്.